അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് മേക്കപ്പ് ആണെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്രിസ്മസ് മേക്കപ്പ് ചെയ്യാമെന്ന്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. അപ്പം നമുക്ക് ഈ ഓരോന്നോരോന്നായിട്ടെടുത്ത് പണി തുടങ്ങാം. ടോണർ, മോയ്സ്ചറൈസർക്ക് ഇത്ര എടുത്താൽ മതി. ഞാനിത്ര എടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ആവശ്യത്തിനുള്ളതേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ അനാവശ്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, പിന്നെ ഫോക്സൈനിലെ ഈ ഒരു ലിപ് ബാം. ഇതെന്താ മധുരം പോലെ തോന്നുന്നു. ഇത് ഫ്ലോർമാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഇലുമിനേറ്റിംഗ് മേക്ക് പ്രൈമറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ പ്രോ പാലറ്റാണ്. ഇതിൽ നമുക്ക് കറക്റ്റർ കോൺടോർ ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡും എല്ലാം ഉണ്ട്. ഇതിലൊരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. കണ്ണിൻ്റെ അവിടെ നമുക്ക് കറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിലധികമുണ്ട് ഗൈസ്. ഇതിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്കിനിയും ഫൗണ്ടേഷൻ ഇടാം. നമുക്കിങ്ങനെ ഡോട്ട് ചെയ്ത് അപ്പോൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ബ്രഷാണ്. ഇത് വന്നിട്ട് കളേഴ്സ് ക്യൂൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ 4-in-1 മൾട്ടി ബ്രഷാണ്. ഇതിൽ 4 ബ്രഷ് അവർ കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ബ്രഷ്, പൗഡർ ബ്രഷ്, ഐ ഷാഡോ ആൻഡ് ഒരു ഫ്ലാറ്റ് ബ്രഷ്. ഇത് എനിക്ക് കിട്ടിയത് 140 റുപ്പീസിനാണ്, ഓഫറിലാണ് കിട്ടിയത്. എൻ്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് 450 എന്തോ ആണ്. ബട്ട് ഇത് എപ്പോഴും ഓഫറിൽ കിടപ്പുണ്ട്. നമ്മുടെ മാർസിൻ്റെ പോലത്തെ ഒരു ബ്രഷാണ്. പക്ഷേ മാർസിൻ്റെ ബ്രഷിന് എബോവ് ഒരു 600 ഒക്കെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടു നടക്കാം. അത്രയൊന്നും പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രൈസിന് ഇത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കൺസീലർ ഇവിടെയൊക്കെ ശരിക്കും ഇതാക്കിയില്ല. എനിക്ക് ഏകദേശമൊക്കെ ഹൈഡായെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, കുറച്ച് കൂടി പോയോ എന്ന് ചോദിച്ചു. ഐബ്രോ ഫിൽ ചെയ്യാം. കണ്ണിനടിയിലൊക്കെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. മേക്കപ്പ് ഇതിടാല്ലേ കുറച്ച്. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിട്ട് നോക്കാം. ഞാൻ പൊതുവെ കൈകൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. എനിക്കങ്ങനെ ബ്രഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈറ്റ് ഇതുകൊണ്ടൊന്ന് പരട്ടിയേക്കാം. ഇത് ഞാനിങ്ങനെ കണ്ണ് എഴുതാം. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഐസും ഈ ഐസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ മസ്കാര ഇട്ടു. ബ്ലഷ് ഇങ്ങനെ. ഓക്കെ, നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കുറച്ചുകൂടി പോയി ഇടിച്ച് ചുമപ്പിച്ച പോലുണ്ട്. അയ്യോ, ഇതൊന്നൊക്കെ ചെയ്യാം. സൂപ്പർ. ഇനിയും പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ലിപ്സ്റ്റിക്കിനായിട്ട് ഈ 2 ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്ന് ഈ ഫേസ് സ്കാനറുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കാളകുത്തം വരുന്ന ചോപ്പർ ലിപ്സ്റ്റിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇതിടാമെന്ന് വിചാരിക്കുന്നു. ലിപ് ലൈനർ യൂസ് ചെയ്തില്ല. ലിപ് ലൈനർ യൂസ് ചെയ്യാതെ നമ്മളിത് പെട്ടു. ഇനി ഇതിൻ്റെ മണ്ടയ്ക്കിനി ഇതിടണോയെന്ന് എനിക്ക് സംശയമുണ്ട്. ബോറാവോ നോക്കാം. മതി. ഈ ഗ്ലോസ് വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചൊരു ഗ്ലോസ് ആണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. സെറ്റിംഗ് സ്പ്രേ അടിക്കാം. NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. നൈസാണ്. ഇത് ഡുയി സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇനിയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇതൊരു ഇനി നമുക്ക് കമ്മൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പരിപാടി. ഇപ്പോൾ ഡ്രസ്സ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ആൻഡ് ഒരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു വാച്ച്, ഗ്രീൻ കളർ വാച്ച്. ആൻഡ് കമ്മൽ വന്നിട്ട് ഈ ഒരു സ്റ്റഡാണ് യൂസ് ചെയ്തൊരു വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു കുഞ്ഞി സ്റ്റഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഫൈനലി ഈ സാധനം കൂടെ വെച്ച് നോക്കാം. ആഹാ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം.